ചിലയിടത്ത് യുദ്ധത്തിന് വേണ്ടി ദൈവം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് പ്രാർത്ഥന. എവിടെയെങ്കിലും നിങ്ങൾ മാനസികമായി തകർന്നിരിക്കുന്ന വ്യക്തിയാണോ? നിന്റെ കുടുംബം ശാരീരികമായി തകർന്നിരിക്കുന്ന വ്യക്തിയാണോ? വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഞാൻ എന്ത് ചെയ്യട്ടെ, ഏത് ചെയ്യട്ടെ, ഈ വലിയ ബാധ്യതയുടെ മധ്യത്തിൽ, ഈ കടബാധ്യതയുടെ മധ്യത്തിലേക്ക്, ഈ വലിയ ഉത്തരവാദിത്തത്തിന്റെ മധ്യത്തിൽ മാനസികമായി ശാരീരികമായി തകർന്നിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ നീയും ഒപ്പം കൂടിയിരിക്കുന്നുവെങ്കിൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ മനസ്സമാധാനത്തോടെ സ്വസ്ഥതയോടെ കാണപ്പെടുവാൻ എന്റെ കർത്താവ് നിന്നെ സഹായിക്കുമെന്നുള്ളതിന് സംശയമില്ല. നിരാശയുടെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ, പ്രയാസത്തിന്റെ മധ്യത്തിൽ ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവപാദാരംഭത്തിൽ ഇരുന്ന് ദൈവത്തോട് പറ, എന്റെ കർത്താവ് എന്നെ തകരാൻ വിട്ടുകൊടുക്കത്തില്ല, എന്റെ ദൈവം എന്നെ വേദനയ്ക്ക് വിട്ടുകൊടുക്കത്തില്ല, എന്റെ ദൈവം എന്നെ പരാജയത്തിന് ഏൽപ്പിക്കത്തില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ക്ഷാമം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവത്തിന് അന്യപ്പെട്ടു പോകരുത്. ദൈവം നിങ്ങളെ ഒറ്റയ്ക്ക് വിടുന്നവനല്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുന്നവനല്ല. നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തുന്ന, നിങ്ങളെ സഹായിക്കുന്ന ഒരു കർത്താവാണ്. ആകയാൽ ആരും സഹായിക്കുവാൻ കഴിയപ്പെടാത്ത ചില മേഖലകളിൽ ആരെന്നെ സഹായിക്കുക, എന്റെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ ആരെന്നെ നടത്തും എന്ന് നീ ചിന്തിക്കപ്പെടുമ്പോൾ, നീ കരയുന്ന കരച്ചിലിന്റെ മധ്യത്തിൽ, നീ നിലവിളിക്കുന്ന നിലവിളിയുടെ മധ്യത്തിൽ തന്റെ ദൂതനെ അയക്കുവാൻ ശക്തനായിരിക്കുന്ന ഒരു കർത്താവുണ്ട്. സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിന് വേണ്ടിയിട്ട് ദൂതനെ പോസ്റ്റ് ചെയ്ത സ്വർഗത്തിലെ കർത്താവ് ആമേ തന്റെ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം നൽകുന്ന ദൈവമാണ്. നിനക്ക് ചെന്ന് എത്തപ്പെടാൻ പറ്റാത്ത വിഷയങ്ങളിൽ, നിനക്ക് ചെന്ന് സംസാരിക്കുവാൻ കഴിയാത്ത വിഷയത്തിൽ നിനക്ക് വേണ്ടിയിട്ട് ആരും സംസാരിക്കാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ കർത്താവ് തന്റെ ദൂതനെ അയക്കുക. നിനക്ക് അവകാശപ്പെട്ടത് പലതും പിശാച് അപകരിച്ചു വച്ചിരിക്കുകയാണോ? നിനക്ക് അവകാശപ്പെട്ടത് പലതും നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത വിധത്തിലേക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലേക്കാണോ? സഭ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലയിടത്ത് വെളിച്ചം വീശുക തന്നെ ചെയ്യുക. നീ കൊതിക്കുന്ന ചിലതാ നിനക്ക് കാണുവാനായിട്ട് കഴിയുക. നിനക്ക് ന്യായമായിട്ട് അനുഭവിക്കേണ്ട നന്മകൾ ഇന്നും നിനക്ക് അനുഭവിക്കുവാൻ കഴിയപ്പെടാണ്ടിരിക്കുന്നുവെങ്കിൽ സഭയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെന്നെത്തുമ്പോൾ അവിടെ വെളിച്ചം വരും. നിന്റെ കണ്ണിൽ പെടേണ്ടുന്ന നന്മകൾ കണ്ണിൽ പെടും. ചില അനുഗ്രഹങ്ങൾ കാണാത്തതിന്റെ കുഴപ്പമാണ്. നാം താമസിക്കുന്ന ഭവനത്തിനകത്ത് അനുഗ്രഹമുണ്ട്, നീ കൃഷി ചെയ്യുന്ന വസ്തുവിനകത്ത് അനുഗ്രഹമുണ്ട്, നീ ജോലി ചെയ്യുന്ന സ്ഥലത്തിനകത്ത് അനുഗ്രഹമുണ്ട്, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് അനുഗ്രഹമുണ്ട്. പക്ഷെ നിനക്കത് കാണാനായിട്ട് കഴിയുന്നില്ല. നിന്റെ നന്മകളെ ഇന്നും നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയപ്പെടാതെ വെളിച്ചമില്ലാതെ തപ്പി തടഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ സഭയുടെ പ്രാർത്ഥന മധ്യത്തിലേക്ക് ഇരുളടഞ്ഞു കിടക്കുന്ന ചില ഭവനത്തിനകത്ത്, ഇരുളടഞ്ഞു കിടക്കുന്ന ചില സ്ഥാപനത്തിനകത്ത്, ഇരുളടഞ്ഞു കിടക്കുന്ന ചില കുടുംബ ബന്ധങ്ങൾക്കകത്ത് ദൈവത്തിന്റെ വെളിച്ചം കടന്നു വരപ്പെടുമ്പോൾ നിനക്ക് ചില കാണാൻ കഴിയാത്ത ചില നന്മകൾ അനുഭവിക്കാൻ കഴിയുക. ഇതുവരെ നിന്റെ കണ്ണിൽ പെടാത്ത ചില നന്മകളെ കണ്ടിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും. സഭയുടെ പ്രാർത്ഥനയിൽ ഇരുട്ട് മാറി വെളിച്ചം വന്നു.